everyone. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ മേക്കപ്പ് വീഡിയോ പ്ലസ് ഒരു അറ്റയർ ആണ്. ഈ ഒരു അറ്റയറിന്റെ കഥകൾ പറയാനും അതുപോലെ തന്നെ ഇത് ഞാൻ സെൽഫ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. സെൽഫ് ഡിസൈൻ എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ സെറ്റ് ബുണ്ടിന്റെ ഒരു വേറൊരു വകഭേദം. അപ്പൊ അതിൽ കുറച്ച് ലൊട്ടിലൊടുക്ക് പണികളൊക്കെ കൊടുത്തിട്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേക്കപ്പിൽ വെച്ച് തുടങ്ങാം കേട്ടോ. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കണ്ട. മേക്കപ്പിന്റെ മുന്നേ ഈ ബ്ലൗസ് നമുക്കിതൊരു മീഷോ ബ്ലൗസ് ആണ്, അതിന്റെ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. ആ മീഷോ ബ്ലൗസ് എനിക്കിത് 36 ആണ് കേട്ടോ സൈസ്. ഇങ്ങനെ ആക്കി എടുക്കുന്ന ചെറിയൊരു ബിറ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മേക്കപ്പിലേക്ക് പോവാം. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ ഇവിടെ ടാഗ് ചെയ്യാം കേട്ടോ. എനിക്കിത് ഭയങ്കര എന്തോ ഒരു ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. 1-2-3 സാരിയിലേക്ക് എനിക്കിത് പോകും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. 250 ആണോ 270 സംതിങ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. 290 ആയി ഇപ്പം അതിന്റെ റേറ്റ് വന്നിട്ട്. അത് എനിക്ക് എന്തോ ഓഫറിന്റെ സമയത്താണ് 270 ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ മേലെ കൊടുക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരികയും ചെയ്യാം കേട്ടോ. ഇത് പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് 32 ഞാൻ 32 അല്ലെങ്കിൽ 34 സൈസ് വേണം. അപ്പൊ ഇതിന്റെ പക്ഷേ 36 ഓൺവേർഡ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ 36 വാങ്ങിച്ചിട്ട് ഇപ്പൊ സൈസ് ചെയ്യണം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് ഇതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ട് വാങ്ങിച്ചതാണ്. ഇതിന്റെ ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്. നമുക്ക് കുറച്ചൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ടോപ്പും അതിന് വേറൊരു കളർ, നമ്മൾ ഗ്രീൻ കളർ സ്കേർട്ടൊക്കെ ആയിട്ട് ഇടാനൊക്കെ പറ്റുന്ന ഒരു ടോപ്പ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. ഈ ഒരു കട്ടാ വരുന്നത്, നമ്മുടെ ബ്ലൗസിന്റെ കട്ട അല്ല ശരിക്കും വരുന്നത്. നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട്, അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കുകയും കൂടെ ചെയ്യണം. എനിക്ക് 36 ആണ് ഇത് സൈസ്. അപ്പൊ ചെറുതായിട്ടൊന്ന് ഓൾട്രേഷൻ ചെയ്യാനുണ്ട്. ഒന്ന് സൈഡ് അടിക്കാൻ മാത്രമേ ഉള്ളൂ. കൈയും കുറച്ചൊരു ഷോൾഡർ കുറച്ചൊരു വീതി ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു കൈ ഞാൻ വെക്കുന്നില്ല. കൈ ഇതിലുള്ള കൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ, ഇത് കണ്ടോ, വർക്കൊന്നും ഇല്ലാതെ പ്ലെയിൻ കയ്യാ. അപ്പൊ എനിക്കത് വെക്കണോ വെക്കണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. എനിക്കും സാരിയിലേക്ക് അങ്ങനെ വെക്കണം തോന്നുകയാണെങ്കിൽ അപ്പൊ വെക്കാം. ഇപ്പൊ തൽക്കാലം നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള ഈ സംഭവം എടുത്ത് കളയണം ആദ്യം തന്നെ. ഇതെടുത്ത് കളയാൻ നല്ല സുഖമാണ്. സൈഡ് അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അധികം ലൈനിങ്ങുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഉണ്ടാവുന്നത് ഈ കപ്പ് വന്നിട്ട്. അങ്ങനെ അതെടുത്ത് ഞാൻ ലൈനിങ് അറ്റാച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ക്ലിയർ ആയിട്ട്. രണ്ട് സൈഡും അഴിച്ചിട്ട് അത് ലൈനിങ്ങിനുള്ളിൽ കൂടെ എടുത്ത് അങ്ങ് ഒഴിവാക്കുക ചെയ്യുന്നത്. ഇത് വന്നിട്ട് അത്ര നന്നല്ലാത്തതാണ്. സാധാരണ ഞാൻ ഇത് വെക്കാറുണ്ട്, പക്ഷേ ഇതെന്തോ ഭയങ്കര ഫ്ലാറ്റായി ഒരു ഭയങ്കര വൃത്തികേടായിട്ടുള്ള ഒരു കപ്പ് പോലെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ പൊതുവേ മീഷോ ബ്ലൗസസിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ ഭയങ്കര ഡീപ്പ് നെക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് പണിയെടുത്തു. ഇതിൻ്റെ മുകളിൽ ഷോൾഡർ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്, അതുപോലെ സൈഡും ചെറുതാക്കിയിട്ടുണ്ട്. വേറെ എക്സ്ട്രാ പണിയൊന്നും ചെയ്തിട്ടില്ല, കാരണം എനിക്ക് കഴുക്കുഴി കുറച്ചുകൂടെ ചെറുതാക്കണം ശരിക്കും. പക്ഷേ ഞാൻ അതിപ്പോൾ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിക്കാം കേട്ടോ. ഇതാണ് ബ്ലൗസ് വന്നിട്ട്. ബാക്ക് സൈഡ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഭയങ്കര ഇറക്കമായിരുന്നു എനിക്ക് ഫ്രണ്ടും ബാക്കും. ഇപ്പോഴും ഫ്രണ്ട് കുറച്ച് ഇറക്കം കൂടുതലാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ ഇതൊരു ഈ ഒരു വീനൊക്കെ ഒരു മോഡലാണല്ലോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആ ഒരു ലൈക്കിനോ രാത്രിയിലൊക്കെ ഇട്ട നല്ല ഭംഗിയുണ്ട്. ബാക്ക് കണ്ടില്ലേ, ഇപ്പോഴും ബ്രാ സ്ട്രാപ്പ് കുറച്ച് കാണുന്നുണ്ട്. ബാക്കും നല്ല ഡീപ്പ് വി ആയിട്ടാണ് വരുന്നത്. ഭയങ്കര ഡീപ്പ് വി ആണ്. പൊതുവെ മീഷോ ബ്ലൗസ് ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, വാങ്ങുന്ന സമയത്ത് ഡീപ്പ് നെക്ക് യൂസ് ചെയ്യാത്ത ആളുകൾ പ്രിഫർ ചെയ്യാതിരിക്കുക മീഷോ ബ്ലൗസസ് എല്ലാം അങ്ങനെയാണ്. ഭയങ്കര ഡീപ്പ് നെക്ക് ആയിരിക്കും. പൊതുവെ എനിക്ക് തോന്നുന്നു നോർത്ത് സൈഡിൽ, എനിക്ക് തോന്നുന്നു നോർത്ത് സൈഡിൽ അവര് ഡീപ്പ് നെക്ക് യൂസ് ചെയ്യും. ഡീപ്പ് നെക്ക് ആണ് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ടായിരിക്കാം ഈ രീതിയിൽ അവർ സ്റ്റിച്ച് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ആ ഒരു 36 നമ്മുടെ കറക്റ്റ് സൈസ് ആണെങ്കിൽ വലിയ മെനക്കെട്ടുണ്ടാവില്ല, സൈഡ് മാത്രം അടിച്ചാൽ മതി. ഇത് 36 ആയതുകൊണ്ട് എനിക്ക് നെക്കൊക്കെ ഇവിടെയായിരുന്നു കിടന്നിരുന്നത്. അത്ര അധികം കംഫർട്ട് അല്ല ഞാൻ അങ്ങനെ വൈഡ് നെക്ക് ഇടാനായിട്ട്. അങ്ങനെ വൈഡ് നെക്ക് ഇടുമ്പോൾ എന്തോ ഒരു ബോറ് പോലെ എനിക്ക് തോന്നി. അപ്പൊ നമുക്ക് ഇനി വന്നിട്ട് എന്താണെങ്കിലും ഒന്ന് മേക്കപ്പ് ചെയ്യാം, ഒരു ഷടപട മേക്കപ്പ്. എന്നിട്ട് നമുക്ക് ആ ഒരു ഡ്രസ്സിലേക്കും കൂടെ ഞാൻ വരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു മോയ്സ്ചറൈസറിൽ തുടങ്ങാം. ഗ്ലിസറിൻ റോസ് വാട്ടർ മിക്സ് ആണ് ചെയ്യുന്നത്. പിന്നെ ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. വിന്ററിന്റെ കഥ പറയാൻ കേട്ടോ ഞാൻ വീഡിയോ എടുത്തപ്പോൾ. പിന്നെ വിചാരിച്ചു ഞാൻ അത് ഒഴിവാക്കാന്ന്. ഭയങ്കര വിന്ററിന്റെ ഭയങ്കര പ്രശ്നമാണ്. ഒരു എന്താ പറയുക, മുഖം ഡ്രൈ ആവുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഇപ്രാവശ്യം കുറച്ചൊരു കുറവുണ്ട്. അത് ഇങ്ങനെ സൈക്ലോണും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇതെന്റെ ഷെയ്ഡല്ല, ഒരു ഷെയ്ഡ് ഹയർ ആണ്. കുറച്ച് ഫെയർനെസ് കൂടുതൽ തോന്നുന്നു നമുക്ക്. ഹണി 32 ആണ് കേട്ടോ. ആക്ച്വലി ഇത് ഫെയർ സ്കിന്നുകാർക്ക് പ്രിഫർ ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് എന്താന്ന് വെച്ചാൽ ഒരു മഞ്ഞ കളർ ഉണ്ട് എനിക്ക്. ഡാർക്ക് സ്കിൻ ആണെങ്കിലും ഒരു യെല്ലോ അങ്ങനെ തോന്നും. കുറച്ചൊരു ഫെയർനെസ് കിട്ടുകയും ചെയ്യും.
നെക്സ്റ്റ് വന്നിട്ട് ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന പാലറ്റ് ഇല്ലേ, നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ കോഫി കളറാണ് യൂസ് ചെയ്യാറ്. അത് ചെയ്ത് രണ്ടും ഷേപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് അതുപോലെ തന്നെ ഒന്ന് കണ്ണെഴുതുന്നുണ്ട്. ആ പാലറ്റിൽ തന്നെ ബ്ലാക്ക് കളർ എടുത്തിട്ട് ജസ്റ്റ് ആ ഒരു ആംഗിൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് എഴുതി കൊടുക്കാണ് കേട്ടോ. അങ്ങനെ വല്ലാതെ അങ്ങോട്ട് ഡാർക്ക് ആയിട്ട് എഴുതുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ മേലെ അതേപോലെ തന്നെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയും ഞാൻ ഐ മേക്കപ്പ് ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, വെരി മിനിമൽ ആയിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നുമില്ല, ആകെ ഈ ഒരു 2 സംഭവം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നു, ബ്ലഷ് യൂസ് ചെയ്യുന്നു കേട്ടോ. ലിപ്സ്റ്റിക് വന്നിട്ട് ഡാസ്ലറിന്റെ ഒരു ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അതാണ്. പിന്നെ ഇത് ഏതോ ഒരു ലിപ്സ്റ്റിക് ആണ്. അതിന്റെ ഒരു ഷെയ്ഡ് ഈ കാണുന്ന ഷെയ്ഡ് തന്നെയാണ്. അതിപ്പോൾ പറയാനൊന്നും എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞില്ല, ചാബനാർന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല. ഇപ്പം ഇതാണ് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് പിന്നെ ഞാൻ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബ്ലഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും മേക്കപ്പ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വെരി മിനിമൽ ആയിട്ടാണ് ചെയ്തത്, ഒന്നും ചെയ്തിട്ടില്ല എക്സ്ട്രാ ആയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഡ്രസ്സ് വന്നിട്ട്. ഇത് വന്നിട്ട് മുണ്ടാണ്. അന്ന് ഈ ഒരു തുണി ഭയങ്കര ഒരു മോഡലാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു സാരി എടുത്തിട്ടില്ലേ, ഒരു ബ്ലൂ. ഞാനിവിടെ ആ ഒരു ബ്ലൗസ് ഇല്ലേ, അത് ഇതിന്റെ ബ്ലൗസാണ് ആക്ച്വലി. ഇതിന് വേണ്ടിയിട്ട് ഞാൻ അടിച്ചത്. ആ ഒരു 2017 സമയത്തൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നു ഈ ക്ലോത്ത്. എല്ലാവർക്കും ഈ ഒരു ബ്ലൗസ് എന്താണെങ്കിലും ഉണ്ടായിരിക്കും ആ സമയത്ത്. അതുപോലെ തന്നെ ഇത് രണ്ടും ക്ലോത്ത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇത് അങ്ങനെയോന്ന് വിചാരിക്കും. പണ്ടൊക്കെ ചുരിദാർ വാങ്ങുന്ന സമയത്ത് അതിൽ ലൈനിങ്ങും ബോട്ടവും കൂടിയാണ് കിട്ടുക. അപ്പോൾ ഒരുപാട് നല്ല നീളത്തിലുണ്ടാവും. ഒരു 3 മീറ്ററോളം ഉണ്ടാവും ആ ഒരു തുണി വന്നിട്ട്. അപ്പോൾ അതിൽ ഞാൻ ആക്ച്വലി ഈ പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഈ മെറൂണും ഈ ഗോൾഡൻ കളറും എല്ലാം ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. ഈ മെറൂണും ഈ ഗോൾഡൻ കളറും അങ്ങനെയുള്ള ആ ക്ലോത്ത് ഇല്ലേ, വലിയ ക്ലോത്ത് അങ്ങനെ ഒറ്റ പീസായിട്ടായിരുന്നു. അതിന്റെ മേലെ പാച്ച് വർക്ക് ആയിട്ടാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഒട്ടി കിടക്കുന്ന ഒരു കോട്ടൺ ക്ലോത്ത് ഇല്ലേ, അതുപോലത്തെ. അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഇത് തുമ്പത്തേക്ക് ഒരു നെറ്റ് കണക്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ബാക്കി ക്ലോത്ത് ഇങ്ങോട്ടും കണക്ട് ചെയ്തു. കാരണം ഇത് കുറവായിരുന്നു തുണി. പിന്നെ ഇത് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും ഇത് കുറച്ച് വീതിയിൽ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൊടുത്തു കഴിയുമ്പോൾ ഞാൻ ക്ലിയർ ആക്കി തരാം കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. എന്നാല് ഇതെനിക്ക് ഇനി ഒരു പണിയില്ല ഉടുത്ത് തുടങ്ങാനായിട്ട്. ഇതിങ്ങനെ ഒരു ക്ലോത്ത് ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഉടുക്കുന്ന പോലെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ വലതുവശത്ത് കുത്തുക, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരിക. ശേഷം ഇത് നമ്മുടെ മുണ്ടാണ്. അപ്പൊ മുണ്ടിൻ്റെത് കറക്റ്റ് ഞാനിങ്ങനെ ഇത് ഇത്രയും ക്ലോത്ത് ബാക്കി വരുന്നുണ്ട്. അപ്പൊ അത് പ്ലീറ്റ്സ് എടുത്തിട്ട്, അപ്പൊ 1 2 3 പ്ലീറ്റ്സ് ഉണ്ട്. ഒരു പ്ലീറ്റും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു തോന്നുന്നു. അപ്പോ ആ പ്ലീറ്റ്സ് ഞാൻ ഒഴിവാക്കിയിട്ട് കുത്തി വെച്ചിരിക്കുന്നതാണ് ഓൾറെഡി. ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, 1 2 കണ്ടോ, അങ്ങനെ കേട്ടോ. നമ്മൾ സെന്ററിലാണ് ഇത് കുത്തേണ്ടത്. അപ്പോഴാണ് ആ ഒരു അതിന്റെ ഭംഗി എടുത്ത് കാണിക്കുക. ഇതാവണേ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇത് കണ്ടോ, ഞാനിതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാ. ഇങ്ങനെ 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 കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുത്ത് പിന്നു കുത്തി നൂല് കെട്ടി വെച്ചിരിക്കുക. പിന്നു കുത്തിയാൽ തുരുമ്പിച്ചു പോവും. അത് ജസ്റ്റ് ഞാനിങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ലെങ്ത് കുറവാണ് കേട്ടോ. ഞാൻ ഒന്നുമില്ല, നമ്മൾ ധാവണി എടുക്കുന്ന പോലെ ഇങ്ങനെ കറക്കി എടുക്കുന്നു. ഇതിവിടെ കുത്തുന്ന സമയത്ത് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ കൊടുക്കാം. അപ്പൊ കുറച്ചുകൂടെ ലെങ്ത്തും കിട്ടും താഴേക്ക്. അങ്ങനെ ഒരു സ്റ്റൈലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്റ്റൈൽ ചെയ്യാം. ഞാൻ ഒന്ന് കുത്തി കാണിക്കാം കേട്ടോ. ഈ ഒരു സംഭവം അല്ലേ, ഈ ഒരു സംഭവത്തിന്റെ ഉള്ളിലേക്കാണ് കേട്ടോ അത് എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കാണുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിരിക്കുന്നുണ്ട്. ഇതിവിടെ ഒരു പിന്നു കുത്തിക്കൊടുക്കും. ഇവിടെ ഒന്ന് വലിച്ച് ഇതപ്പോഴേക്കും ഇവിടെ ഇതിന്റെ സംഭവം ഇങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് ലൂസായിട്ടൊക്കെ ഇങ്ങനെ ഇട്ടാലും ഇത് ഭംഗി ഉണ്ടാവും. കാരണം ഈ ഒരു ബ്ലൗസിന്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് പക്ഷെ ഇതിനൊരു പ്രശ്നം അപ്പൊ വരണെന്ന് വെച്ചത് കണ്ടില്ലേ നിങ്ങള്, ഇത് കണ്ടോ, ഇതിവിടെ വരും അങ്ങനെ കുത്തുന്ന സമയത്ത്. സാധാരണ ഇത് ഒരിക്കലും നമ്മള് സെറ്റ് സാരി ആവട്ടെ സെറ്റ് മുണ്ടാവട്ടെ അത് കറക്റ്റ് നമ്മുടെ സെന്ററിൽ ഇവിടെ വരണം. അപ്പോഴാണ് ബാക്കിൽ നിന്ന് കാണുമ്പോഴും കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വന്ന് നിൽക്കണം. അപ്പോഴാണ് അത് ബാക്കിൽ നിന്ന് കാണുന്ന സമയത്ത് നമ്മൾ ആ ഉടുത്തിരിക്കുന്നതിന്റെ ഒരു വൃത്തി കാണാൻ പറ്റുക കേട്ടോ. ഞാൻ അത് അങ്ങനെ ചെയ്തിട്ട്, അപ്പൊ അത് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ഇവിടെ പിടിച്ചിട്ട് ഈ പ്ലീറ്റ്സ് ഇങ്ങനെ എടുത്ത് കുത്തി കൊടുത്താൽ മതി. അപ്പൊ അത് അങ്ങ് വന്നോളും കറക്റ്റ് ആയിട്ട്. ഇത് ഇവിടെ പിന്നെ കുത്തി കൊടുക്കുന്നേ ഉള്ളൂ. റെഡിഷ് മറൂൺ ആണ് വരുന്നത്.
ഞാൻ ഈ ബ്ലൗസിലേക്ക് ഇത് വേറൊരു ഇത് മൂന്നും കൂടെ ഇത് വേറൊരു സ്റ്റൈല് ശരിക്കും തരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ബ്ലൗസ് ഇടുന്ന സമയത്ത് ഇതിന് അന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. അന്ന് ഇത് മോഡലായിരുന്നത് കൊണ്ട് ഈ ഒരു തുണി മോഡലായിരുന്നു, അതുകൊണ്ട്. അല്ലാതെ എത്ര അങ്ങനെ ഒരു ഭംഗി എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ കൊടുക്കുന്ന സമയത്ത്. പിന്നെ ഇത് തല കുറച്ച് കുറവാണ്, ഉണ്ടല്ലേ? കുഴപ്പമില്ല, നീ ലെങ്ത് വരെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് കുറച്ചൊരു കുറവ് പോലെ, ഞാൻ ഒന്നും കൂടെ ലെങ്ത്, നമ്മൾ ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തല ഞാനിങ്ങനെ കുറച്ച് കൂടുതൽ ഇടും. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. കുറച്ച് എന്താ പറയാ, അത്ര എനിക്ക് ഇടാൻ പറ്റുന്നില്ല. ഇത് ഈ ഒരു ക്ലോത്ത് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് കിടക്കുന്നത്. പക്ഷെ അതിനൊരു ഭംഗി ഉള്ളതുകൊണ്ട് ആ ഒരു അങ്ങനെ കിടക്കുന്നത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല, പ്ലീറ്റ്സ് എടുത്തിട്ടില്ല ഇതിന്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ക്ലോത്ത് മാത്രം നോക്കി എടുത്ത് ചെയ്താൽ മാത്രമേ അത് നടക്കുള്ളൂ. ഇത് കണ്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഈ പ്ലീറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ശരിക്കും. ആ പ്ലീറ്റ്സ് അത്രയും കുഞ്ഞു 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 പ്ലീറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഒന്നും ഒഴിവാക്കാതെ ഞാനിവിടെ 2 സൂചി നൂലോട്ട് കെട്ടിയിരിക്കുകയാണ്. ഇത് എടുത്തുണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുക്കാന്ന് പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഒരു 3-4 തവണ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എടുത്ത് ചെയ്യുമ്പോൾ അത് ഒരു ഒറ്റവട്ടം ചെയ്യുന്നതാണ് ഗുഡ്. ഓക്കെ. പക്ഷെ എനിക്ക് എന്താ ഗുഡ് ഓർ ബാഡ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു കമ്മല് വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഒരു നല്ല ജിൻകെട്ടാ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അത് ഈ സൈഡും തമ്മിലുള്ള ചേഞ്ച് നമുക്ക് ഫുൾ ആയിട്ട് കാണാം. ഇതിന്റെ താഴ്ഭാഗം കണ്ടില്ലേ? ഞാൻ ആക്ച്വലി ന്യൂഡ് കൊടുക്കാനായിട്ടുള്ളൊരു കാരണം, ഈ ഡ്രസ്സ് ഭയങ്കര ഇങ്ങനെ ഒരു റെഡ് അല്ലേ, അതിന്റെ കൂടെ റെഡ് ആണ് ആക്ച്വലി ഭംഗി ഉണ്ടാവുന്നത്. ഒരു ന്യൂഡ് ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു എലഗൻസ് കിട്ടും, ഡ്രസ്സിനൊരു എടുത്ത് കാണിക്കും. ബാക്ക് സൈഡും ഒക്കെ കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു, ബ്ലൗസ് ഇല്ലാത്തതൊരു കാരണം. ഇത് എങ്ങനെ എക്സാക്ട് മാച്ച് നോക്കിക്കേ. ഇതും പറഞ്ഞ് എടുത്ത മാറിയുണ്ട് തുണി. ധാവണി എടുക്കണമെന്ന് വെച്ചാൽ ഒട്ടും പണിയില്ല. നമ്മൾ ആ ഒരു പ്ലെയിൻ ക്ലോത്ത്, അത് ഞാൻ നിങ്ങൾക്ക് സെറ്റ് മുണ്ട് ഉടുക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഒരു സെറ്റ് മുണ്ടിന്റെ ഒരു വേർഷൻ തന്നെ പറയാം. അപ്പൊ അത് ഞാനൊന്ന് കാണിക്കുന്നുണ്ടാവും ഈ ഒരു വീഡിയോയില്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടും. നമുക്കൊരു സെറ്റ് മുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങനെ എടുത്ത് ഉടുക്കുന്നതിന് പകരം അത് ഓൾറെഡി ഒന്ന് പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഉടുക്കുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അവൾ അങ്ങനെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് അത് അത്ര അധികം നന്നാവണം എന്നില്ല. ഈ ഒരു മുന്താണിയുടെ ഭാഗമാണ് ഇപ്പൊ ഞാനിത് മുന്നോട്ട് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അത് താഴെയാക്കിയിടുക. ഈ ഭാഗം ഇല്ലേ, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന ഈ ഭാഗം, അതെടുത്തിട്ട് നമ്മള് പ്ലീറ്റ്സ് എടുക്കുക. പ്ലീറ്റ്സ് എടുക്കുന്ന ഫസ്റ്റത്തെ പ്ലീറ്റ് കുറച്ച് വലുതെടുക്കുക, പിന്നെ ഇങ്ങോട്ട് കുഞ്ഞു കുഞ്ഞുതെടുക്കുക കേട്ടോ. അപ്പോഴാണ് ആ ഒരു ലെയേഴ്സ് നമുക്ക് ഫോം ആവുന്നത്. അത് നമുക്ക് ഇവിടെ ടൈറ്റ് ആവുന്നവരെ, അപ്പൊ നമുക്ക് വയറ് കാണുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ടൈറ്റ് ആവുന്നവരെ എടുത്തിട്ട് ആ പ്ലീറ്റ്സ് എടുത്ത് അവിടെ ഇതില്ലേ ഇതിന്റെ ഉള്ളിലേക്ക് കുത്തി കൊടുക്കാം. ആക്കാതെ നമുക്ക് ഈ പ്ലീറ്റ്സ് ഇല്ലേ, ആ പ്ലീറ്റ്സ് കാണുന്ന രീതിയിൽ കുത്തുക കേട്ടോ. അതിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അത്. ബാക്കിയുള്ള ഭാഗം നമുക്കിവിടെ പ്ലീറ്റ്സ് ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. കാണുന്നില്ലേ? അപ്പൊ അവിടെ ഈ രീതിയിൽ അങ്ങനെ കിടക്കും. ഇതിപ്പോ ഒരു ഗുജറാത്തി സ്റ്റൈലിൽ നമ്മൾ മുന്നോട്ടേക്ക് ഇട്ടിരിക്കുകയാണ്. ഇത് വന്നിട്ട് ചെറിയൊരു ചേഞ്ച് കൊടുത്തിട്ട്, ഇതിലിപ്പോ ഒന്നുമില്ലല്ലോ, പ്ലെയിൻ ആയി കിടക്കല്ല. അപ്പൊ നമുക്ക് ബ്ലൗസ് ആക്ച്വലി നല്ലൊരു ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ബ്ലൗസിനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് എലഗന്റ് ആയിട്ട് കാണിക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്റ്റൈൽ ചെയ്യാം. ഇങ്ങനെ ഒന്ന് എടുത്ത് കുത്തുമ്പോൾ ഈ ഒരു ലെയർ, ഇങ്ങനെ ഒരു ലെയർ ഇവിടേക്ക് ഫോം ആവും. കണ്ടോ? ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് കുത്തുന്നുണ്ട്. അപ്പൊ ഇത് വന്നിട്ട് വേറൊരു സ്റ്റൈലായില്ലേ. ഇപ്പൊ ആ ഒരു ധാവണിയുടെ ആ ഒരു ലുക്കുന്നേ മാറി. കാണാൻ പറ്റുന്നുണ്ടോ? ഒരു 2 ടൈപ്സ് ഓഫ് സാരി വിയറിംഗും കൂടെയാണ് കേട്ടോ. ആക്ച്വലി സാരി അല്ല, ധാവണി വിയറിംഗ് എന്ന് പറയാം. സെറ്റും കൊണ്ട് നമുക്ക് ഇതുപോലെ ഉടുക്കാൻ വേണമെങ്കിൽ സെറ്റും കൊണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും നമ്മുടെ ആ ഒരു ട്രഡീഷണൽ വേയിൽ വിയർ ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം വരുന്നത്. അപ്പൊ ഇത് നമുക്കൊരു ടെമ്പിൾ ലുക്ക് ആയിട്ട് പോവാം. ഇപ്പൊ ഈ കമ്മല് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ടല്ലേ പുറത്തേക്ക് ഇറങ്ങി പോവാ. ഇപ്പം പ്രത്യേകിച്ചും പണ്ടൊക്കെയാണ് അമ്പലത്തിലേക്ക് ഒരുങ്ങിയിട്ടോന്നൊക്കെ ചോദിക്കുക. പക്ഷെ ഇപ്പൊ പൊതുവെ അമ്പലത്തിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ അതിലൊരു ഫോട്ടോഷൂട്ട് നമ്മൾ എന്താണെങ്കിൽ ഉൾപ്പെടുത്തും അല്ലെ.
അപ്പോൾ ഒരു അമ്പലത്തിൽ പോകുന്ന സമയത്തേക്കൊക്കെ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ ഒരു കുഞ്ഞു കമ്മലൊക്കെ ആയിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് പോവാം. കുറച്ചുകൂടെ ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു മാലയും കമ്മലും ഒക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ട് പോവാം. ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കുള്ളൊരു ചേഞ്ച് കാണാൻ പറ്റുന്നില്ലേ? ഈ ക്ലോത്ത് എന്നല്ല, കുഴഞ്ഞ ക്ലോത്തുകളില്ലേ, അതിനൊക്കെ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ഞാൻ വൺസ് കാണിച്ചു തരാം ക്ലിയർ ആയിട്ട്. ഇതിങ്ങനെ എടുത്ത് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുക്കുക. കണ്ടോ? ഇതിങ്ങനെ എടുത്ത് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കണ്ടോ നിങ്ങൾ? 1 2 3 ഇത് എത്ര ഒരു 35-50 പ്ലീറ്റ്സ് അടുത്ത് ഉണ്ടാവും. അങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് പ്ലീറ്റ്സ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നൂല് വെച്ചിട്ട്, ഇത് നമുക്ക് എപ്പോഴും ആ പ്ലീറ്റ് എടുത്ത് വെക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. അപ്പം നൂല് വെച്ചിട്ട് കുത്തി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എടുക്കുക. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ഷോൾഡർ ലെങ്ത് ഇവിടേക്ക് എത്രയാണ് വേണ്ടത് ഒന്ന് ഉടുത്ത് നോക്കുക. ഉടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരും. ഇവിടെ ഈ ധാവണിയുടെ വാൽഭാഗം ഇവിടെ വരണം. എന്നിട്ട് എടുത്തിട്ട് ഉടുത്ത് നോക്കിയിട്ട് നമ്മൾ പിന്ന് വെക്കുന്നത് ഇവിടെയാണെങ്കിൽ ആ പിന്ന് വെക്കുന്നതിന് കുറച്ച് മുന്നിലായിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിപ്പം എന്റേത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് ലെങ്ത് വേണ്ടതുകൊണ്ട് ഞാൻ താഴേക്ക് ഇട്ടതാ. ഇവിടെ കിടക്കണം, ഇവിടെ വരണം. ഇത് ആ രീതിയിൽ വേണം നിങ്ങൾ എടുക്കുക. അപ്പൊ നമ്മുടെ പിന്ന് കുത്തുന്നത് ഇവിടെയല്ലേ, കുറച്ചും കൂടെ താഴോട്ട് വേണം പ്ലീറ്റ് എടുത്തിട്ട് ഒരു 3 സൂചിയും നൂലും വെച്ചിട്ട് കുത്തി കൊടുത്താൽ അത്രയും ഭംഗിയുണ്ടാകും. കണ്ടില്ല? അപ്പൊ ഇവിടെ ഈ ഒരു ഭംഗിയിൽ അവിടെ കിടന്നോളൂ. ആ ഒരു ഷോൾഡറിന്റെ ലെങ്ത്തിനനുസരിച്ച് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ കാണാൻ ഭംഗി ഉണ്ടാവുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കണ്ട കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.